ഹേയ് ഗായ്സ്, എല്ലാവർക്കും മല്ലു ഫിലിം സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2009 റിലീസായ പോസ്റ്റ്മാൻ ഇൻ ഹെവൻ എന്ന കൊറിയൻ മൂവിയെക്കുറിച്ചാണ്. മൂവി തുടങ്ങുമ്പോൾ ആദ്യം കാണിക്കുന്നത് നായകനായ ഷിന്നിനെയാണ്. അവൻ ഒരു ലെറ്റർ ബോക്സിന്റെ അടുത്തേക്ക് നടന്നു വന്ന് അതിൽ നിന്ന് ഒരു ലെറ്റർ എടുത്ത് വായിക്കുവാണ്. മരിച്ചുപോയവർക്ക് വേണ്ടി കത്ത് അയക്കാൻ പറ്റുന്ന ഒരു ലെറ്റർ ബോക്സ് ആണത്. ഈ ലെറ്റർ ബോക്സിൽ കത്ത് എഴുതി ഇട്ട് കഴിഞ്ഞാൽ മരിച്ചുപോയവർ അത് വന്ന് വായിക്കും എന്നാണ് ആ നാട്ടുകാരുടെ വിശ്വാസം. അപ്പോഴാണ് ആ ലെറ്റർ ബോക്സിന്റെ അടുത്തേക്ക് നമ്മുടെ നായിക നടന്നു വരുന്നത്. അവളുടെ പേര് ഹാന എന്നാണ്. അവൾ ആ ലെറ്റർ ബോക്സിൽ ഒരു ലെറ്റർ ഇട്ടിട്ട് തിരിഞ്ഞു നടക്കുമ്പോഴാണ് നമ്മുടെ നായകനായ ഷിൻ വന്ന് ആ ലെറ്റർ ബോക്സ് തുറന്ന് അതിൽ നിന്ന് ലെറ്റർ എല്ലാം എടുത്തുകൊണ്ട് പോകുന്നത്. ഇത് കണ്ട നായിക അവനോട് ചോദിക്കും, നീ ആരാ, നീ എന്തിനാ ഇതിനകത്ത് ലെറ്റർ ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നേ? ഇത് കേട്ട് അവൻ പറയും, ഞാൻ സ്വർഗത്തിലെ പോസ്റ്റ്മാനാണ്, ഈ കത്തുകളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വന്നതാണെന്ന് അവൻ പറയും. എന്നാൽ ഇത് കേട്ടത് നമ്മുടെ നായിക ചിരിക്കും. എന്താ നീ ചിരിക്കുന്നേ? ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. മരിച്ചവർക്ക് വേണ്ടി കത്തുകൾ എഴുതുമല്ലോ, ആ കത്തുകൾ സ്വർഗത്തിൽ എത്തിക്കണം, അതാണ് എന്റെ ജോലി. ഇത് കേട്ടതും നമ്മുടെ നായിക ചോദിക്കും, സ്വർഗത്തിൽ നിന്ന് വന്നതാണല്ലേ, അപ്പൊ നീ ഭൂതമോ പ്രേതമോ വല്ലോ ആണോ? അപ്പോ അവൻ പറയും, അതെ, ഞാനൊരു ആത്മാവാണ്. ഇത് കേട്ടതും അവൾ പിന്നെയും ചിരിക്കും. ഓഹോ, അപ്പൊ നിനക്ക് പറക്കാനൊക്കെ പറ്റുമായിരിക്കുമല്ലോ, നീ ഒന്ന് പറന്ന് കാണിച്ചേ, ഞാൻ നോക്കട്ടെ. ഇത് കേട്ടതും അവൻ പറയും, നീ കണ്ണു പൊത്തി നിന്നാൽ ഞാൻ പറന്ന് കാണിച്ചു തരാമെന്ന്. അങ്ങനെ അവൾ കണ്ണു പൊത്തി വെക്കുമ്പോൾ അതേസമയം അവൻ അവിടുന്ന് ഓടി രക്ഷപ്പെടും. ഇത് കണ്ട നായികയും അവന്റെ പുറകെ ഓടും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു കഫേയിലേക്ക് പോകും. അവിടെ വെച്ച് അവൻ അവളോട് കാര്യങ്ങളൊക്കെ പറയും. കൂടുതലും സ്വർഗത്തിലേക്ക് വരുന്ന കത്തുകൾ അവരുടെ അച്ഛന്റെയും അമ്മയുടെ സഹോദരങ്ങളുടെ കൂട്ടുകാരുടെ ഒക്കെ ആയിരിക്കും. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു കത്ത് എനിക്ക് അതിൽ നിന്ന് കിട്ടി. മരിച്ച ആർക്കെങ്കിലും ഇങ്ങനെ ഒരാൾ കത്തയക്കുമോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. നിങ്ങളൊരു ദുഷ്ടനാണ്, ചതിയനാണ്, നീയൊക്കെ ചത്തത് നന്നായി എന്നൊക്കെയായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ആ കത്തെഴുതിയത് വേറെ ആരുമല്ല, അത് നീ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്റെ മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ നായിക അവനോട് പറയും, ഞാനൊന്നുമല്ല ഈ കത്തെഴുതിയത് എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കും. എന്നാൽ അവളുടെ മുഖഭാവത്തിലൂടെ നമുക്ക് മനസ്സിലാവും അവൾ തന്നെയാണ് ഈ കത്തെഴുതിയതെന്ന്. അതിനുശേഷം നായകൻ അവളോട് ചോദിക്കും, നീ ഇങ്ങനെയൊക്കെ കത്തെഴുതിയാണ്ടാണ് ഒരാത്മാവായ എനിക്ക് പോലും നിന്നോട് വന്ന് സംസാരിക്കേണ്ടി വന്നത്. അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് ചെറിയ പേടി തോന്നി. അതുകൊണ്ട് അവൾ അടുത്ത് നിന്ന വെയിട്രസിനെ വിളിച്ചിട്ട് ഇവിടെ ഒരാൾ ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറയും, ഇവിടെ ഒരാൾ ഇരിപ്പുണ്ടെന്ന്. അവർ അത് പറയുമ്പോഴാണ് അവൾക്ക് സമാധാനമാകുന്നത്. അതിനുശേഷം അവൾ അവനോട് ചോദിക്കും, ഈ കത്തുകളൊക്കെ കൊണ്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് കേട്ട് അവൻ പറയും, ഈ കത്തുകളൊക്കെ വായിച്ചിട്ട് ഈ കത്തുകൾ ചിലത് മാത്രമേ സ്വർഗത്തിൽ പോകാൻ യോഗ്യതയുള്ളൂ, ആ കത്തുകൾ മാത്രം ഞാൻ അവിടെ എത്തിക്കും. എന്നാൽ വേറെ ചില കത്തുകളുണ്ട്, അതിലെ പരിഹാരങ്ങൾ ഞാൻ ഇവിടെ വെച്ച് തന്നെ സോൾവ് ചെയ്യും. ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരുടെ വിഷമങ്ങൾ കൊണ്ട് എന്തിനു സങ്കടപ്പെടണം? അതുകൊണ്ട് ഞാൻ തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തി കൊടുക്കും. അതിനുശേഷം അവൻ അവളോട് പറയും, നീയും കൂടുന്നോ എന്റെ കൂടെ ഈ ജോലിക്ക്? നിനക്ക് ഞാൻ മണിക്കൂറിന് $20 വെച്ച് തരാം. എന്നാൽ നമ്മുടെ നായികയാവട്ടെ, എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. സത്യത്തിൽ നമ്മുടെ നായിക ആ സമയത്ത് ഒരു ജോലി അന്വേഷിക്കുകയായിരുന്നു. അങ്ങനെ ജോലി അന്വേഷിച്ച് അവളൊരു സ്ഥലത്ത് വന്നെത്തും. എന്നാൽ ആ സ്ഥലമാകട്ടെ ഒരു തട്ടിപ്പ് കേന്ദ്രമായിരുന്നു. ഫേക്ക് ഐഡിയും ഫേക്ക് സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവൾ അവിടുന്ന് തിരികെ പോരും. എന്നാൽ അവൾക്ക് വേറെ ജോലിയൊന്നും ശരിയാവില്ല. അപ്പോഴാണ് നമ്മുടെ നായകൻ പറഞ്ഞ ജോലി അവൾ ഓർക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം അവൾ ആ ലെറ്റർ ബോക്സിന്റെ അടുത്ത് അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അവൻ അങ്ങോട്ട് വരും. എന്നിട്ട് അവനോട് പറയും, നീ ശരിക്കും മണിക്കൂറിന് $20 വെച്ച് തരുമോ? അങ്ങനെ തരുവാണെങ്കിൽ ഈ ജോലിക്ക് ഞാനും കൂടെ കൂടാമെന്ന്. അങ്ങനെ അവൻ അതിന് സമ്മതിക്കും. അങ്ങനെ അവർ രണ്ടുപേരും പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടും. അങ്ങനെ അവരെ മുമ്പിലേക്ക് ഒരു പ്രധാനപ്പെട്ട കത്ത് വന്നെത്തി. മരിച്ചുപോയ തന്റെ ഭാര്യയ്ക്ക് 80 വയസ്സുള്ള ഒരു വൃദ്ധനായ ഒരാൾ എഴുതിയ ഒരു കത്തായിരുന്നു അത്. അവൾ ആ കത്ത് വായിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവളെ, എന്നെ തനിച്ചാക്കി ഒറ്റയ്ക്കാക്കി നീ എന്തിനാ പോയത്? നീ പോയതിനു ശേഷം ജീവിക്കാനുള്ള എന്റെ താല്പര്യം വരെ നഷ്ടപ്പെട്ടു. എന്നാലും നിന്നോട് ചില കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ മോശപ്പെട്ട ചില കാര്യങ്ങളാണ്. റൂം ക്ലീൻ ചെയ്യുന്നതിനിടയിൽ നിനക്കായി എഴുതപ്പെട്ട മറ്റാരോ എഴുതിയ കുറച്ച് കത്തുകൾ എനിക്ക് കിട്ടി. ശരിക്കും നീ അവനെയും പ്രണയിച്ചിരുന്നോ? അതോ നീ അവനിൽ നിന്ന് ഗർഭം ധരിച്ചിരുന്നോ? നമ്മുടെ മകൻ അവൻ എന്റെ മകൻ തന്നെയാണോ? അതൊക്കെ ആലോചിച്ചിട്ട് എന്റെ ഉറക്കം പോലെ ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെയായിരുന്നു ആ കത്തിലുള്ളത്. നമ്മുടെ നായിക കത്ത് വായിച്ചു തീരുമ്പോഴേക്കും നമ്മുടെ നായകൻ അവളോട് പറയും, ഇതാണ് നിന്റെ ആദ്യത്തെ ടാസ്ക്, ഇത് നീ സോൾവ് ചെയ്യണമെന്ന് എങ്ങനെയെന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ അവൾ ആ ടാസ്ക് ഏറ്റെടുക്കും. അങ്ങനെ അവൾ ആ വൃദ്ധനെ തേടി പോകും. അയാൾ നല്ല ഒറ്റപ്പെടലിലും വിഷമത്തിലുമാണെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ അവൾ അയാളുടെ മരുമകളെ തേടി പോകും. അങ്ങനെ മരുമകളെ കണ്ട് അവരോടൊത്ത് സംസാരിക്കും. ആ മുത്തച്ഛൻ ഇപ്പൊ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി അവരോട് പറയും. അതൊരു പാവ സ്ത്രീയായിരുന്നു, അതുകൊണ്ട് ആ മുത്തച്ഛന്റെ ആ അവസ്ഥ
അവസ്ഥ അവർക്ക് മനസ്സിലായായിരുന്നു. അതിനോടൊപ്പം മുത്തച്ഛന്റെ ഉള്ളിലുള്ള ആ സംശയം, അതായത് ഈ മുത്തച്ഛന്റെ മകൻ യഥാർത്ഥത്തിൽ അയാളുടെ മകൻ തന്നെയാണോ? എന്നാൽ ഇതേ സംശയം മുത്തച്ഛന്റെ ഈ മരുമകൾക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ നായിക അവരോട് പറയും, ഒരു ഫേക്ക് DNA ടെസ്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി നമുക്ക് അയാൾക്ക് അയച്ചു കൊടുക്കാം. അത് കാണുമ്പോൾ മുത്തച്ഛന് സന്തോഷമാകും. ഇനിയുള്ള ജീവിതമെങ്കിലും അയാൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ. മുത്തച്ഛൻ ആ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ അത് നശിപ്പിച്ചു കളയുക. അങ്ങനെ ആകുമ്പോൾ വേറെ ആരും അത് കാണില്ല. തന്റെ മകൻ തന്നെയാണ് തന്റെ കൂടെയുള്ളത് എന്ന് അയാൾ അറിയുമ്പോൾ അയാൾക്ക് ഒരുപാട് സന്തോഷമാകും. അങ്ങനെ നമ്മുടെ നായിക മുമ്പ് ജോലി അന്വേഷിച്ചു പോയ ആ സ്ഥാപനത്തിൽ പോയി ഒരു ഫേക്ക് DNA ടെസ്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് നമ്മുടെ നായകനായ ഷിൻ വന്ന് ഒരു പോസ്റ്റ്മാന്റെ രൂപത്തിൽ അത് അയാൾക്ക് കൊടുത്തിട്ട് പോകും. അങ്ങനെ ആ മുത്തച്ഛൻ ആ റിപ്പോർട്ട് വായിക്കും. അങ്ങനെ തന്റെ ഭാര്യ തന്നെ ചതിച്ചിട്ടില്ല, അത് മാത്രവുമല്ല തന്റെ കൂടെയുള്ളത് തന്റെ മകൻ തന്നെയാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. അതൊക്കെ അറിഞ്ഞതും അയാൾക്ക് ഒരുപാട് സന്തോഷമാകും. അങ്ങനെ ആ പ്രശ്നം അവർ നല്ല ഈസിയായി സോൾവ് ചെയ്തു. അങ്ങനെ അധികം വൈകാതെ അവരെ തേടി അടുത്ത കത്തും എത്തി. അത് ഒരു മ്യൂസീഷ്യൻ തന്റെ അച്ഛൻ എഴുതിയ കത്തായിരുന്നു. വളരെ തിരക്കായ ഒരു ജോലിയായിരുന്നു ആ മ്യൂസീഷ്യന്റെ അച്ഛൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ അച്ഛൻ അവന്റെ പാട്ടുകളെ പ്രോത്സാഹിപ്പിക്കാനോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. അവനീ മ്യൂസീഷ്യനായത് അവന്റെ അച്ഛൻ ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. ആശുപത്രിയിൽ കിടന്ന് അവന്റെ അച്ഛൻ മരിക്കുമ്പോൾ അവന് അയാളുടെ അടുത്തുണ്ടാവാൻ പറ്റിയിരുന്നില്ല. ശരിക്കും അച്ഛൻ എന്റെ കരിയർ ഇഷ്ടപ്പെട്ടിരുന്നോ, ഞാൻ ഇങ്ങനെയൊക്കെ ആയതിൽ അച്ഛൻ സങ്കടമുണ്ടോ എന്നായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത്. അങ്ങനെ അതിനു വേണ്ട ഒരു പരിഹാരവും നമ്മുടെ നായകനും നായികയും ചേർന്ന് കണ്ടെത്തും. അയാളുടെ അച്ഛൻ മരിക്കാറായി കിടന്നപ്പോൾ കിടന്ന ഹോസ്പിറ്റലിലെ നേഴ്സായി നമ്മുടെ നായിക ആ മ്യൂസീഷ്യന്റെ മുമ്പിലെത്തും. തന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അവളെ ഏൽപ്പിച്ചതാണെന്നും പറഞ്ഞ് ഒരു ഡയറിയും കുറെ ആൽബംസും പിന്നെ കുറച്ച് ഡിസ്കുകളും അയാൾക്ക് കൊടുക്കും. തന്റെ മ്യൂസിക് കരിയറിന്റെ ഓരോ വളർച്ചയും തന്റെ അച്ഛൻ ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും അവനൊരു മ്യൂസീഷ്യനായതിൽ അവന്റെ അച്ഛൻ ഒരുപാട് സന്തോഷമുണ്ടെന്നും ആ ആൽബംസ് ഒക്കെ നോക്കുമ്പോൾ അവന് മനസ്സിലാകും. അതെല്ലാം കണ്ടതും അയാൾക്ക് ഒരുപാട് സന്തോഷമാകും. അങ്ങനെ ആ പ്രശ്നത്തിനും അവൾ പരിഹാരം കണ്ടെത്തി. അങ്ങനെ അടുത്ത ദിവസം ആ ലെറ്റർ ബോക്സിന്റെ അടുത്തേക്ക് നമ്മുടെ നായകനും നായികയും വരുമ്പോഴാണ് ഒരു സ്ത്രീയും കുട്ടിയും അങ്ങോട്ട് വരുന്നത് അവർ കാണുന്നത്. ആ സ്ത്രീ ആ ലെറ്റർ ബോക്സിൽ ഒരു ലെറ്ററും ഇട്ട് അവിടുന്ന് തിരിച്ചുപോയി. അപ്പോഴാണ് നമ്മുടെ നായിക അവരെ കാണുന്നത്. അങ്ങനെ ഹാന ഷിന്നിനോട് പറയും, ഇവരെ എനിക്കറിയാം, ഇവരെന്റെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ ഭാര്യയും കുട്ടിയുമാണ്. അങ്ങനെ അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ കുറിച്ച് അവൾ അവനോട് എല്ലാം പറയും. അവൻ എന്നെ ചതിക്കുകയായിരുന്നു, അവനൊരു ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന് എന്നോട് പറയാതെയാണ് അവൻ എന്നെ സ്നേഹിച്ചത്. എന്നാൽ അവന്റെ മരണശേഷമാണ് അവൾ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടായിരുന്നു അവൾ ദേഷ്യത്തിൽ സ്വർഗത്തിലേക്ക് കത്തുകൾ എഴുതിയിരുന്നത്. ഇതെല്ലാം പറഞ്ഞു തീർന്ന് അവൾ കരയാൻ തുടങ്ങും. അങ്ങനെ ഷിന്ന അവളെ ആശ്വസിപ്പിക്കും. എന്നിട്ട് അവൻ അവളോട് പറയും, നീ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് കേൾക്കണം, നിന്നെപ്പറ്റി കൂടുതൽ എനിക്ക് അറിയണം. ഇത് കേട്ടതും അവൾ പറയും, ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യങ്ങളും ഇതുവരെ ആരും കേട്ടിട്ടില്ല, എന്റെ എക്സ് ബോയ് ഫ്രണ്ട് പോലും. എന്റെ ആവശ്യങ്ങൾക്കൊന്നിനും അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. എനിക്കറിയാം അവന്റെ ഉദ്ദേശങ്ങൾ വേറെ പലതുമായിരുന്നു. ഇതെല്ലാം കേട്ടതും നമ്മുടെ നായകൻ അവളോട് പറയും, എന്നാൽ ഇനി മുതൽ എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ഇത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങും. അങ്ങനെ അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്ന് അവളെ കിസ് ചെയ്യും. അതോടെ അവർ രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാവും. അങ്ങനെ അടുത്ത ദിവസം അവർ രണ്ടുപേരും കൂടെ ഒരു ലൈറ്റ് ഹൗസിലേക്ക് പോകും. എന്നിട്ട് അവളോട് അവൻ പറയും, ഇനി മുതൽ ഇതാണ് നമ്മുടെ ജോലി സ്ഥലം. അവൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അവന്റെ കൂടെ അടുത്തതിൽ പിന്നെ അവൾ വിഷമങ്ങളെല്ലാം മറന്ന് സന്തോഷിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം ഷിൻ ഒരു കഫേയിലിരുന്ന് കത്തുകൾ വായിക്കുകയാണ്. എന്നിട്ട് ഒരു കോഫി ഓർഡർ ചെയ്യാൻ വേണ്ടി അവൻ അവിടുത്തെ വെയിട്രസിനെ വിളിക്കും. എന്നാൽ അവന് എത്രയൊക്കെ വിളിച്ചിട്ടും അവരാരും മൈൻഡ് ചെയ്യുന്നില്ല. അതോടെ അവന് മനസ്സിലാവും അവനെ അവിടെയുള്ള ആർക്കും കാണാൻ കഴിയുന്നില്ലെന്ന്. അവൻ എന്താ സംഭവിക്കുന്നെന്ന് അവന് തന്നെ മനസ്സിലായില്ല. അങ്ങനെ അവൻ അവിടെ നിന്നിറങ്ങി മറ്റൊരു കഫേയിലേക്ക് പോകും. കുറച്ച് പ്രായമായ ഒരു മനുഷ്യനായിരുന്നു ആ കഫേ നടത്തിയിരുന്നത്. എന്നാൽ അയാൾക്ക് അവനെ കാണാൻ സാധിച്ചു. അത് കണ്ടിട്ട് അവന് വല്ലാത്ത അതിശയം തോന്നി. കാരണം മറ്റേ കഫേയിലുള്ള ആർക്കും തന്നെ എന്നെ കാണാൻ കഴിഞ്ഞില്ല, പിന്നെ എങ്ങനെ ഇയാൾക്ക് കാണാൻ കഴിഞ്ഞെന്ന്. അങ്ങനെ അവൻ ഒരു കോഫി ഓർഡർ ചെയ്യും. എന്നിട്ട് ആ വയസ്സായ ആൾ നോക്കിക്കൊണ്ടിരുന്ന ഒരു ബുക്ക് എടുത്ത് അവൻ മറിച്ചു നോക്കി. അതിൽ മൊത്തം ആകാശത്തിന്റെ ഫോട്ടോസ് ആയിരുന്നു. ഇത് മുഴുവൻ ആകാശത്തിന്റെ ഫോട്ടോസ് ആണല്ലോ എന്നവൻ അയാളോട് ചോദിക്കും. ഇത് കേട്ട് അയാൾ പറയും, കഴിഞ്ഞ 8-9 വർഷമായി ഞാൻ ആകാശത്തിന്റെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതെന്തിനാന്നല്ലേ, ഇതെന്റെ മകന്റെ ഹോബി ആയിരുന്നു. അവൻ മരിച്ചതിന് ശേഷം ഞാനത് ചെയ്യാൻ തുടങ്ങി. അയാൾ ഇതൊക്കെ പറയുമ്പോഴും അയാളുടെ ഉള്ളിൽ എന്തൊക്കെ വേദനയുണ്ടെന്ന് നമ്മുടെ ഷിന്നിന് മനസ്സിലായി. അങ്ങനെ അടുത്ത ദിവസം ആ ലൈറ്റ് ഹൗസിൽ ഇരുന്നു കൊണ്ട് ഹാനയും ഷിന്നും കത്തുകളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷിന്നിന്റെ പോക്കറ്റിൽ ഒരു കത്തിരിക്കുന്നത് അവൾ കാണുന്നത്. ആ കത്തെടുത്ത് അവൾ വായിക്കാൻ തുടങ്ങി. ആ കത്തെഴുതിയത് അവൻ അവസാനം പോയ ആ കഫയുടെ ഓണറായിരുന്നു. മോനെ, നിനക്ക് ഈ അച്ഛനോട് ക്ഷമിക്കാനാവില്ലേ? മോനെ, നിന്റെ ഈ അച്ഛൻ പണ്ട് നീ ചെയ്തിരുന്ന പോലെ എല്ലാ ദിവസവും ആകാശത്തിന്റെ ഫോട്ടോസ് എടുക്കാറുണ്ട്. എന്റെ ഡോക്ടർ ജോലിയൊക്കെ ഞാൻ എപ്പോഴേ ഉപേക്ഷിച്ചു.
ഡോക്ടർ ആയതുകൊണ്ട് തന്നെ എനിക്ക് രാപ്പകലില്ലാതെ നല്ല പോലെ ജോലി ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് നിന്റെ അമ്മയുടെ ആരോഗ്യം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നത്. നിങ്ങളുടെ ഒരു കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. നിന്റെ അമ്മയ്ക്ക് എപ്പോഴും തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ റെസ്റ്റ് എടുക്കൂ എന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നത്. അവളുടെ അസുഖം ഒരുപക്ഷെ നേരത്തെ അറിയാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് ഒരുപക്ഷെ അവളെ രക്ഷിക്കാൻ കഴിഞ്ഞേനെ. നിന്റെ അമ്മ ഹോസ്പിറ്റലാണെന്ന് അറിയുമ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ വേറൊരു ചികിത്സയിലായിരുന്നു. നിന്റെ അമ്മ, അതായത് എന്റെ ഭാര്യ, അവൾ മരിക്കുന്നതിന് മുമ്പേ എന്നോട് ക്ഷമിച്ചിരുന്നു. എന്നാൽ നീ എന്നോട് ഇതുവരെ ക്ഷമിച്ചിരുന്നില്ല. അങ്ങനെ നീ എന്നെ ഒരുപാട് വെറുത്തു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അവസാനം ഞാൻ ഒറ്റയ്ക്കായി. എനിക്ക് നിന്നോട് ക്ഷമ പറയണമെന്നുണ്ടായിരുന്നു, എന്നാൽ അതൊരിക്കലും കഴിഞ്ഞിരുന്നില്ല. എനിക്കൊരു മാപ്പ് പോലും തരാതെ നീ മരിച്ചുപോയി. ഇതൊക്കെയായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. അവൾ ആ കത്ത് വായിച്ചു തീർന്നതും അവൾ അവനോട് പറയും, നമുക്ക് ഇയാളെ സഹായിക്കാൻ കഴിഞ്ഞേക്കുമെന്ന്. അങ്ങനെ അടുത്ത ദിവസം ഷിൻ അയാളെ പിന്നെയും കാണാൻ പോകും. ഷിൻ കോഫിയൊക്കെ കുടിച്ച് അയാളോട് സംസാരിക്കാൻ തുടങ്ങി. ഷിൻ അയാളെ മാനേജർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. എന്നിട്ട് ഷിൻ അയാളോട് പറയും, മാനേജർ, ഞാനൊരു ആത്മാവാണ്. എന്നാൽ ഇത് കേട്ടപ്പോ അയാൾക്ക് ചിരിയാണ് വന്നത്. എന്നിട്ട് അയാൾ പറഞ്ഞു, നീ ആത്മാവാണോ? പക്ഷേ എനിക്ക് നിന്നെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. അത് നോർമൽ മനുഷ്യർക്ക് എന്നെ കാണാൻ സാധിക്കില്ല. മരിച്ചവരെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ എന്നെ കാണാൻ സാധിക്കൂ. എന്നാൽ അവൻ പറയുന്ന ഒന്നും തന്നെ അയാൾ വിശ്വസിച്ചിരുന്നില്ല. എന്നിട്ട് അവൻ അയാളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് എന്നും ഇങ്ങനെ ആകാശത്തിന്റെ ഫോട്ടോസ് എടുക്കുന്നത്? എന്റെ മകന്റെ ഹോബിയായിരുന്നു ആകാശത്തിന്റെ ഫോട്ടോസ് എടുക്കുന്നത്. ഞാനും അതുപോലെ ആകാശത്തിന്റെ ഫോട്ടോസ് എടുക്കുമ്പോൾ അവൻ എന്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് അവനോട് പറയും. എന്നിട്ട് അയാൾ അവനോട് പറയും, നീ ഒരു ആത്മാവാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ എന്റെ മകന്റെ ആത്മാവിന് എന്റെ അടുത്ത് വന്നൂടെ? ഒരു പരിചയമില്ലാത്ത നീ എന്തിനാ എന്റെ അടുത്തേക്ക് വന്നത്? എന്നാൽ അതിനുള്ള ഉത്തരം അവന്റെ കയ്യിലില്ലായിരുന്നു. അതിനുശേഷം അവൻ അയാളോട് പറയും, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അവൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ അവളുമായി ഒന്നിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇതെല്ലാം കേട്ടതും അയാൾ പറയും, ഞാനാണെങ്കിൽ എപ്പോഴേ പോയി അവളെ പ്രപ്പോസ് ചെയ്തേനെ. നീ ഇങ്ങനെയൊക്കെ പറയാൻ നീ ആത്മാവൊന്നും അല്ലല്ലോ അല്ലേ? എന്നാൽ അതിന് മറുപടിയായി അവൻ ഒന്നും തന്നെ മിണ്ടില്ല. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹാനയും ഷിന്നും കൂടി ഒരു കഫേയിൽ കോഫി കുടിക്കാനിരിക്കുകയാണ്. ഹാന അപ്പോഴത്തേക്കും അയാളെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കണ്ടുപിടിച്ചിരുന്നു. ആ മാനേജറുടെ മകൻ വിവാഹം കഴിക്കുകയും ഒരു ഭാര്യയും കുട്ടിയുമായി ജീവിക്കുകയും ചെയ്തു. എന്നാൽ ആ വിവാഹത്തിന് പോലും ആ മാനേജറുടെ മകൻ ആ മാനേജറിനെ ക്ഷണിച്ചില്ലായിരുന്നു. അതിനുശേഷം ഉറുഗ്വേയിലോട്ടുള്ള ഒരു യാത്രാ മധ്യേ ഒരു പ്ലെയിൻ ക്രാഷിൽ അയാൾ മരിക്കുന്നു. എനിക്ക് ആ മാനേജറിന്റെ സങ്കടം പരിഹരിക്കാൻ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ആദ്യം അയാളുടെ മരിച്ചുപോയ ആ മകന്റെ ശബ്ദം കണ്ടുപിടിക്കണം. പ്ലെയിനിൽ അവൻ മരിക്കുന്നതിന് മുമ്പ് അവൻ റെക്കോർഡ് ചെയ്തു എന്ന് കരുതപ്പെടുന്ന ഒരു ഓഡിയോ ഉണ്ടാക്കി അയാൾക്ക് കൊടുക്കണം. ആ ഓഡിയോയിലുള്ളത് തന്റെ അച്ഛനോട് ആ മകൻ ക്ഷമിച്ചു എന്ന് പറയുന്നതായിരിക്കണം. ഇതെല്ലാം കേട്ടതും നമ്മുടെ നായകൻ അവളോട് പറയും, ഇതൊക്കെ വർക്കാകുമോ? ഇതെല്ലാം കേട്ടതും അവൾ അവനോട് പറയും, നീ എന്തിനാ ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുന്നത്? ഉറപ്പായും വർക്കാവും. ഈ ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന് ഒരുപാട് സന്തോഷമാകും. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് അവൾ കോഫി വാങ്ങാനായി അങ്ങോട്ട് പോകും. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് ഷിന്നിനെ അവിടെ അങ്ങും കാണില്ല. അങ്ങനെ അവൾ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവൻ ആ ചെയറിൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അവൾ അവനോട് പറയും, എന്നും ഞാനല്ലേ കോഫി വാങ്ങുന്നത്, ഇന്ന് നീ പോയി വാങ്ങുന്നു. എന്നാൽ അവൻ പറയും, എനിക്ക് പറ്റില്ലെന്ന്. അവൾ കാരണം ചോദിക്കും. എന്നാൽ അവൻ ഒന്നും തന്നെ പറയില്ല. അവൻ പറയും, എനിക്കൊരിക്കലും കോഫി വാങ്ങാൻ കഴിയില്ല, കാരണം നിനക്കല്ലാതെ എന്നെ വേറെ ആർക്കും കാണാൻ കഴിയില്ല. ഇത് കേട്ടതും അവൾ സങ്കടത്തോടെ പുറത്തേക്ക് ഇറങ്ങി ഓടും. അങ്ങനെ അവൻ അവളുടെ പുറകെ പോയി അവളെ പിടിച്ചു നിർത്തും. അവൾ അവനോട് ചോദിക്കും, അപ്പൊ നീ പറഞ്ഞത് സത്യമാണില്ലേ? നീ ഒരു ആത്മാവാണില്ലേ? ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കത്തുകൾ കൊണ്ടുപോകുന്ന ഒരാത്മാവ്. പക്ഷെ എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്ക് നിന്നെ തൊടാൻ പറ്റുന്നുണ്ടല്ലോ, വേറെ ഒരുപാട് ആളുകൾക്ക് നിന്നെ കാണാനും പറ്റുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ നീ എങ്ങനെ ആത്മാവാകും? ഇത് കേട്ട് അവൻ പറയും, മരിച്ചവരെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ എന്നെ കാണാൻ സാധിക്കൂ. നീ നിന്റെ മരിച്ചുപോയ പഴയ കാമനെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് എന്നെ നിനക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ ഇപ്പോൾ നീ അവനെ മറന്നു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എന്നെ നിനക്ക് കാണാൻ കഴിയാത്തത്. നീ അവനെ പൂർണ്ണമായി മറന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിനക്ക് എന്നെ കാണാൻ സാധിക്കില്ല. ഇതെല്ലാം കേട്ടതും ഹാൻ അവനോട് പറയും, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിന്നെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. അവളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു. നമുക്കൊരുമിച്ച് ആ മാനേജറിനെ കാണാൻ പോകാമെന്ന് അവൾ അവനോട് പറയും. എന്നാൽ അവൻ പറയും, അയാൾക്ക് എന്റെ കാര്യങ്ങളെല്ലാം അറിയാം. എന്നാൽ അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ വിശ്വസിക്കില്ല. നീ ഒരു ആത്മാവൊന്നുമല്ല, നീ മനുഷ്യൻ തന്നെയാണ്, എനിക്കറിയാം എന്നും പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ട് അവിടുന്ന് തിരികെ നടന്നു പോകും. അങ്ങനെ അടുത്ത ദിവസം ഹാന പ്ലാൻ ചെയ്ത പോലെ ആ മാനേജറിന്റെ വീട്ടിലെത്തി. എല്ലാം അവൾ പ്ലാൻ ചെയ്ത പോലെ ചെയ്യാനായിരുന്നു അവളുടെ പരിപാടി. എന്നാൽ ഷിൻ അവളെക്കാൾ മുമ്പേ അവിടെ എത്തിയിരുന്നു. അങ്ങനെ അയാൾ കാണാതെ അവൾ ഓടിച്ചെന്ന് അവനോട് സംസാരിക്കും. നീ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് നീ വന്നല്ലേ? അപ്പോഴേക്കും ആ മാനേജർ അങ്ങോട്ട് വരും. അങ്ങനെ അയാളോട് അവൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് നിങ്ങളെ കണ്ടുപിടിച്ചത്. ഞാൻ ഉറുഗ്വേയിൽ ഒരാവശ്യത്തിന് പോയിരുന്നു. അവിടെ വെച്ച് എനിക്കൊരു ബാഗ് കിട്ടി. ഒരു പ്ലെയിൻ ക്രാഷ് നടന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് എനിക്ക് ആ ബാഗ് കിട്ടിയത്. ആ ബാഗിൽ വെച്ച് എനിക്കൊരു ടേപ്പ് റെക്കോർഡർ കിട്ടി. ആ ടേപ്പ് റെക്കോർഡർ ഞാൻ കേട്ടു നോക്കിയപ്പോൾ അതിലൊരു മകൻ അച്ഛനോട് പറയുന്ന
പറയുന്ന എന്തോ കാര്യങ്ങളായിരുന്നു. അങ്ങനെ ആ ബാഗിലുണ്ടായിരുന്ന അഡ്രസ്സൊക്കെ വെച്ച് ഒരുവിധം ഞാൻ നിങ്ങളെ കണ്ടുപിടിച്ച് ഇവിടെ എത്തിക്കുകയായിരുന്നു. അവൾ പറഞ്ഞതെല്ലാം അയാൾ വിശ്വസിച്ചിരുന്നു. അങ്ങനെ അവൾ ആ ടേപ്പ് റെക്കോർഡർ അയാളുടെ കയ്യിൽ കൊടുക്കും. അയാൾ അത് കേട്ടു നോക്കും. ആ ടേപ്പ് റെക്കോർഡറിൽ ഉണ്ടായിരുന്നത് അയാളുടെ മകന്റെ അതേ ശബ്ദമായിരുന്നു. തന്റെ മകൻ തന്നോട് ക്ഷമിച്ചുവെന്നും തന്റെ മകന് തന്നെ ഒരുപാട് ഇഷ്ടമാണെന്നുമായിരുന്നു അതിലുണ്ടായിരുന്നത്. അതെല്ലാം കേട്ടതും അയാൾ ഉറക്കെ കരയാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ടുന്ന ഷിൻ പെട്ടെന്ന് അങ്ങോട്ട് വന്ന് പറയും, സാർ ഞങ്ങളോട് ക്ഷമിക്കണം, ഇതെല്ലാം ഫേക്കാണ്. ഞങ്ങളിത് ഒരു വോയിസ് സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ്, സാർ ഞങ്ങളോട് ക്ഷമിക്കണം. ഇതെല്ലാം കേട്ടിട്ട് ഹാൻ അവനോട് പറയും, അല്ല ഇത് ഒറിജിനൽ റെക്കോർഡ് തന്നെയാണ്. അങ്ങനെ ഇതും പറഞ്ഞ് അവർ രണ്ടുപേരും തമ്മിൽ വഴക്കിടാൻ തുടങ്ങും. അവൾ അവനോട് പറയും, നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? അയാൾ എല്ലാം വിശ്വസിച്ചിരുന്നതാ, അതിന്റെ ഒന്നും ആവശ്യമില്ല. അയാളുടെ ജീവിതമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അയാളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു നുണകൾ ചെയ്യേണ്ട കാര്യമൊന്നും നമുക്കില്ലെന്നും അവൻ പറയും. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവർ വഴക്കിട്ടുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും ആ മാനേജർ അങ്ങോട്ട് വരും. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടുന്ന് പോകണം, എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം എന്ന് പറഞ്ഞ് അയാൾ വാതിലടയ്ക്കും. അങ്ങനെ ഹാന ദേഷ്യത്തോടെ അവനോട് ഒന്നും മിണ്ടാതെ അവിടുന്ന് നടന്നു പോകും. എന്നാൽ കുറച്ച് നടന്നതിന് ശേഷം അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ കാണില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹാന വീണ്ടും ആ മാനേജറിനെ കാണാൻ ആ കഫയിലെത്തി. എന്നിട്ട് അയാളോട് കുറെ സോറി പറയും. എന്നാൽ ആ മാനേജറിന് അവരോട് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളന്ന് ഒരുപാട് വഴക്കിട്ടല്ലോ, ഒരു തരത്തിൽ അത് നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. നിന്നെ ഞാൻ വിശ്വസിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് ആശ്വാസം കിട്ടിയേനെ. എന്നാൽ ആ പയ്യനെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്തായാലും സംഭവിക്കുക? അങ്ങനെ ഞാൻ കുറെ നേരം ഇരുന്ന് ആലോചിച്ചു. സത്യത്തിൽ നിങ്ങൾ രണ്ടുപേരും അന്ന് ആ വഴക്കിടുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം എനിക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ വഴക്കിടുന്നതെന്ന് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ദേഷ്യത്തേക്കാൾ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഒരുപാട് ആലോചിച്ചു. അങ്ങനെ എനിക്കൊരു ഉത്തരം കിട്ടി. എന്റെ മകന്റെ ആഗ്രഹം പോലെ തന്നെ ആകാശത്തിന്റെ ഫോട്ടോസ് എടുക്കുക, ജീവിതകാലം മൊത്തം അതെങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്ക് സന്തോഷം കിട്ടും. അതുപോലെ എന്റെ മകൻ എന്നോട് ക്ഷമിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇനി എന്നും ഞാൻ അത് ചെയ്യാൻ പോകുകയാണ്. എന്റെ ഉള്ളിലുള്ള കുറ്റബോധവും ദുഃഖവും ഒക്കെ എപ്പോഴേ മാറി. ഇതെല്ലാം കേട്ടതും അവൾക്ക് ഒരുപാട് സന്തോഷമായി. അതിനുശേഷം ആ മാനേജർ ഹെന്നയോട് ചോദിക്കും, അന്നത്തെ വഴക്കിന് ശേഷം നിങ്ങൾ പിന്നെ കണ്ടായിരുന്നോ? അവൾ കണ്ടില്ലെന്ന് പറയും. ഇത് കേട്ട് ആ മാനേജർ പറയും, നിങ്ങൾ വഴക്കിട്ട് കഴിഞ്ഞ ഒരു ദിവസം ഷിൻ ഇങ്ങോട്ട് വന്നിരുന്നു. അവൻ ദൂരെ എങ്ങോട്ടോ പോകുമെന്നാണ് എന്നോട് പറഞ്ഞത്. അവൻ ഒരുപാട് ദൂരെയാണ് പോകുന്നതെന്നും ഇനി ഒരിക്കലും അവന് തിരികെ വരാൻ സാധിക്കില്ല എന്നുമാണ് അവൻ പറഞ്ഞത്. ഇതെല്ലാം കേട്ടതും ഹാനയ്ക്ക് ഒരുപാട് ടെൻഷനായി. അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ആ ലെറ്റർ ബോക്സ് ഉണ്ടായിരുന്ന ആ സ്ഥലത്തേക്ക് വന്നു. എന്നാൽ അവിടെ ലെറ്റർ ബോക്സ് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ ഒരുപാട് സ്ഥലത്ത് അവനെയും അന്വേഷിച്ചു ചെന്നു. എന്നാൽ അവിടെ എങ്ങും അവൻ ഉണ്ടായിരുന്നില്ല. അവസാനം അവൾ അവനെയും അന്വേഷിച്ച് ആ ലൈറ്റ് ഹൗസിലെത്തും. അവിടെ അവൻ എഴുതി വെച്ച ഒരു കത്തുണ്ടായിരുന്നു. ആ കത്തിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ഹാന, ഇത്രയും നാൾ എന്റെ കൂടെ ഒരുപാട് സന്തോഷത്തോടെ ഉണ്ടായിരുന്നതിന് ഒരുപാട് നന്ദി. നിന്റെ കൂടെ ചിലവഴിച്ച സമയം മൊത്തം അത്രമേൽ രസകരമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇതെല്ലാം വിട്ടുപോകാൻ നേരമായി. ഹാന, ഇത്രയും നാൾ നീ എന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും എന്നെ പറ്റി ഒന്നും തന്നെ നിന്നോട് പറയാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. ഞാനൊരു വളരെ മോശം പയ്യനായിരുന്നു. എന്റെ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങി, ഒരു IT കമ്പനി, അതിന്റെ CEO ആയിരുന്നു ഞാൻ. അങ്ങനെ ഒരുപാട് പണമായതോടെ എന്റെ അഹങ്കാരവും ഒരുപാട് കൂടി. ജീവിതത്തിന് ഒരു വിലയും ഞാൻ കൽപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്നതും എന്റെ ബന്ധങ്ങളും എന്റെ അച്ഛനും അമ്മയും എന്റെ കാമുകയും എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ആക്സിഡന്റ് സംഭവിക്കുന്നത്. അതിനുശേഷമാണ് എനിക്ക് ഈ ജോലി ലഭിക്കുന്നത്. നിന്നെ പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഒരുപാട് സന്തോഷം ഞാൻ അനുഭവിച്ചു. നിന്റെ കൂടെ ഞാൻ ചിലവഴിച്ചതായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത ദിവസങ്ങൾ. ഇതെല്ലാം വായിച്ച് അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോഴേക്കും അവർ ഒരുമിച്ചെടുത്ത ഫോട്ടോസിലെ അവന്റെ ഫോട്ടോകളെല്ലാം മാഞ്ഞു പോകാൻ തുടങ്ങി. പിന്നെ കാണിക്കുന്നത് ഒരു ഹോസ്പിറ്റലിലെ സീനാണ്. നമ്മുടെ ഷിന്നയുടെ ആക്സിഡന്റ് ആയി കുറച്ച് നാളായി കോമയിൽ കിടക്കുവാണ്. ഇനി പ്രതീക്ഷയൊന്നുമില്ലെന്നും അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാനും ഡോക്ടർ അവന്റെ അമ്മയോട് പറയുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഷിൻ അവസാന കത്തുകളുമായി സ്വർഗത്തിലെത്തിയിരുന്നു. സ്വർഗത്തിലുണ്ടായിരുന്ന ആ മാനേജർ അവനെ കുറെ അഭിനന്ദിക്കും. അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ അയാൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ നിനക്ക് ഭൂമിയിൽ ജീവിക്കാൻ ഒരവസരം കൂടി തരുവാണെന്ന് അയാൾ പറയും. നിനക്കിനി ഭൂമിയിലേക്ക് വീണ്ടും തിരിച്ച് മനുഷ്യനായി പോകാമെന്നും അയാൾ പറയും. പക്ഷെ ഭൂമിയിലേക്ക് നീ ഇനി മടങ്ങിയെത്തുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം വേറെ സ്വപ്നമായിട്ടായി നിനക്ക് തോന്നുമെന്നും അയാൾ അവനോട് പറയും. അങ്ങനെ അവന്റെ ആത്മാവ് ഭൂമിയിൽ കോമയിൽ കിടന്ന അവന്റെ ശരീരത്തിലേക്ക് വന്നു കയറും. അങ്ങനെ കുറെ നാളുകൾ കടന്നുപോയി. ഹാന ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുവാണ്. അങ്ങനെ ജോലിയുടെ കാരണമായി എന്തോ കത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി അവൾ പോസ്റ്റ് ഓഫീസിലെത്തും. അവിടെ വെച്ച് ഹാന ഷിന്നിനെ കാണും. എന്നാൽ അവളെ കണ്ടതും അവൻ വന്ന് അവളോട് ചോദിക്കും, നമ്മൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന്. ഒരു പുൽമൈതാനത്തിന്റെ അടുത്ത് ഒരു പോസ്റ്റ് ബോക്സ് ഇല്ലേ, അതിനടുത്ത് വെച്ച് നമ്മൾ കണ്ടിട്ടില്ലേ എന്ന് അവൻ അവളോട് ചോദിക്കും. ഇത് കേട്ടതും അവൾക്ക് ഒരുപാട് സന്തോഷമാവും. അവൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് അവൾ അവനോട് ചോദിക്കും, നീ മരിച്ചില്ലേ? ഇത് കേട്ട് അവൻ പറയും, ഇല്ല ഞാൻ മരിച്ചില്ല, എനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ ഒരവസരം കൂടി കിട്ടിയെന്ന്. ഇതോടെ സിനിമ ഇവിടെ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.